ഹലോ ഗൈസ്, KRP ടെക് വ്ളോഗിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ, ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ ഇയാൾ കമൻറ്റ് ചെയ്തു 1S ബസ് ഉണ്ടാക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. ഈ വീഡിയോയിൽ 1S ബസ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 1S ബസ്സിൻ്റെ കിങ് ബോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ പാർട്ടായിട്ട് അയച്ചത് ഫസ്റ്റ് പാർട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമുക്കിനി 1S ബസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ വലിയൊരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി നമ്മുടെ വണ്ടിയുടെ ഷേപ്പിന് നമുക്ക് ഈ കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തൊന്ന് ഷേപ്പ് ആക്കണം. ഓക്കെ, ഞാൻ ഈ കാർബോണിൻ്റെ പീസ് ഷേപ്പൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിനി ഇതുപോലത്തെ തന്നെ അടുത്ത ഈ ബാക്കി വന്ന കാർബോർഡിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഓക്കെ പക്ഷേ ഞാൻ കാർബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പോകുന്നത് ചോദിച്ചാൽ, ഇതിനകത്ത് ബസ്സിൻ്റെ പടം വരച്ചിട്ട് ഇതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുക്കും. ഓക്കെ ഞാൻ ഇവിടെ വണ്ടിയുടെ കറക്റ്റ് ഷേപ്പിൽ വരച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാൻ പോകണമെന്ന് ചോദിച്ചാൽ, ഇത് കട്ട് ചെയ്തെടുക്കാൻ പോകണത് വണ്ടിയുടെ ടയറൊക്കെ വെക്കണ ഭാഗം കട്ട് ചെയ്തെടുക്കാൻ പോകണം. ഇവിടെ ഗ്ലാസ്സൊക്കെ വെക്കണ ഭാഗമൊക്കെ കട്ട് ചെയ്യാണ്. അതുപോലെ ഇതിനകത്തും ഈ ഗ്ലാസ്സൊക്കെ വെക്കണ ഭാഗത്തൊക്കെ കട്ട് ചെയ്ത് ഡോറൊക്കെ കട്ട് ചെയ്തിട്ട് മാറ്റാണ്. ഓക്കെ നമ്മുടെ വണ്ടിയുടെ ഒരു സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മറ്റു സൈഡും കട്ട് ചെയ്യാനുണ്ട്. ഇതും കൂടിയും കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ നമ്മുടെ ബസ്സിൻ്റെ സൈഡ് ഭാഗം ബസ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതിനകത്ത് പെയിൻറ് അടിക്കാൻ പോവുകയാണ്. നമുക്കിനി പെയിൻറ് അടിക്കാൻ തുടങ്ങാം. വണ്ടിക്ക് പെയിൻറ് അടിക്കാം. ഞാൻ വൈറ്റ് പെയിൻ്റാണ് അടിക്കാൻ പോണേ. അപ്പോൾ പെയിൻറ് അടിക്കാൻ വേണ്ടി ഞാൻ ടേബിളിന്മേൽ ന്യൂസ് പേപ്പറൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. വണ്ടി പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. ഇനി ഒരു സൈഡും കൂടി ഉണ്ട് വണ്ടിയുടെ പെയിൻ്റ് അടിക്കാൻ. ഇതും കൂടി അടിച്ചു കഴിഞ്ഞാൽ പെയിൻ്റ് അടി കഴിഞ്ഞു. ഇതൊന്ന് പെയിൻ്റ് അടിച്ചിട്ട് കാണിച്ചു തരാം. പെയിൻ്റൊക്കെ അടിച്ചു കണ്ടോ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഇനിയും ലഗേജ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടാക്കാം. നമ്മളിവിടെ ലഗേജ് വയ്ക്കാൻ വേണ്ടിയിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ ആ ഭാഗമാണ് ഇനി ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ ഓൾറെഡി തന്നെ ലഗേജ് ഒക്കെ വയ്ക്കുകയാണ്. എൻ്റെ ഡോർ ഓൾറെഡി തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ലഗേജ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലൊരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ചെയ്യാമെന്ന് വെച്ചാൽ ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പിൽ ഞാൻ 2 കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഇവിടെ ബോക്സ് പോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. 2 എണ്ണം ഇങ്ങനെ ബോക്സ് പോലെ ഒട്ടിച്ചു കൊടുക്കാം.
ലഗേജ് വെക്കണ ഭാഗമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതേ കണ്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ലഗേജൊക്കെ വയ്ക്കാം, അത് ക്ലോസ് ചെയ്യാം കണ്ടോ. ഈ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇത് കുറച്ച് കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. ഈ ഇന്നത്തുണ്ടല്ലോ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം വരച്ചെടുത്തിട്ട് ഇന്നത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം എന്തേ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ ഹെഡ്ലൈറ്റ് വരച്ചെടുത്തിട്ട് ഇതിനകത്ത് നിന്ന് കട്ട് ചെയ്തെടുക്കും. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഞാൻ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ അതെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ. വണ്ടി ഇതേ ഞാൻ ഉണ്ടാക്കി വെച്ചതൊക്കെ ഒരുമിച്ച് വെച്ചിട്ട് ഞാൻ ഒന്ന് വണ്ടിയുടെ ലുക്ക് ഒന്ന് കാണിച്ചു തരാം. നമ്മുടെ ബസ്സിൻ്റെ ലുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പാർട്സൊക്കെ ഒരുമിച്ച് വയ്ക്കുമ്പോൾ നമ്മുടെ ബസ്സിൻ്റെ ലുക്ക് ഇങ്ങനെയാണ്. ഓക്കെ ഇപ്പം ഞാൻ വെറുതെ വെച്ചൊക്കെയാണ്, ഒട്ടിച്ചിട്ടൊന്നുമില്ല. ഓക്കെ അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. ഓക്കെ അപ്പോൾ മണ്ണസ് സ്പെസ് മേക്കിങ്ങിൻ്റെ പാർട്ട് 2 ആയിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഓക്കെ അപ്പോഴേക്കും ബൈ.